ഹായ് കൂട്ടുകാരെ, നമുക്കിന്ന് പാലക്കും പരിപ്പും വെച്ചിട്ടൊരു കറി നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഒരു പിടി പാലക്ക് ഞാനിവിടെ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു സവാള, ഒരു തക്കാളി, പിന്നെ ഒരു 6 അല്ലി വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പരിപ്പ് വേവിച്ചെടുക്കാം. പരിപ്പ് വേവിക്കാനായിട്ട് ഞാൻ 1 കപ്പ് പരിപ്പ് നല്ലോണം കഴുകി കുക്കറിലേക്കിട്ട് ആവശ്യമായ ഉപ്പും വെള്ളവും കുറച്ച് വെള്ളവും പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒഴിച്ച് അതിവിടെ നിന്ന് അടച്ചു വെച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതിവിടെ കിടന്ന് വേകുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി പരിപാടി കണ്ടിട്ട് വന്നാലോ. ഇനി നമുക്ക് ബാക്കി സവാളയും തക്കാളിയൊക്കെ വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം പാൻ ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും കടുകും വറ്റൽമുളകും 1 ടീസ്പൂൺ ജീരകവും ചേർക്കുന്നുണ്ട്. നമ്മുടെ ഈ പരിപ്പ് കറിക്കൊക്കെ ജീരകവും വെളുത്തുള്ളിയൊക്കെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറും രുചിയൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ നമ്മൾ ജീരകവും ചേർത്ത് അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും കരിവേപ്പില ഇട്ട് മൂപ്പിച്ചെടുക്കുക. ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ ഈ അരിഞ്ഞു വെച്ചേക്കുന്ന സവാളയും തക്കാളിയും വെളുത്തുള്ളിയും ചേർക്കണം. ആദ്യം വെളുത്തുള്ളി വേണം ചേർക്കാൻ. വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വന്നതിന് ശേഷം തക്കാളി സവാള ഇട്ടാൽ മതി. ഞാൻ ഇട്ടപ്പോഴത്തേക്കും ഒരുമിച്ചായിപ്പോയി. അത് കാരണം ഞാൻ പിന്നെ വെളുത്തുള്ളി സെപ്പറേറ്റ് ചെയ്ത് മാറ്റിയിട്ടിട്ട് ഒരു സൈഡിലേക്ക് ഇട്ടൊക്കെ ആകട്ടെ വേവിച്ചെടുത്തത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ആദ്യം വെളുത്തുള്ളി ഇട്ട് അതൊന്ന് ഇതായി വരുമ്പോഴത്തേക്കും സവാളയും തക്കാളിയും ഇട്ടാൽ മതി. അപ്പോൾ സവാളയും തക്കാളിയൊക്കെ ഇപ്പോൾ വെന്തുടഞ്ഞ് ഒരു നല്ല രീതിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് നമ്മുടെ മസാല പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി എല്ലാം ചേർത്ത് ഒന്ന് ഇളക്കി മസാലയൊക്കെ ഒന്ന് ചൂടായി അതിൻ്റെ പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഈ സമയത്ത് ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ. ഓൾറെഡി നമ്മൾ പരിപ്പിൽ ഉപ്പ് ചേർത്തത് കാരണം ഈ സമയത്ത് ഉപ്പൊന്നും ചേർത്തിട്ടില്ല. ഇപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഒന്ന് ചൂടായി പച്ചമണമൊക്കെ മാറി സവാളയും തക്കാളിയൊക്കെ കുറച്ചുകൂടെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചേക്കുന്ന പാലക്ക് ചേർത്ത് കൊടുക്കാം. പാലക്ക് പെട്ടെന്ന് വേകുന്നതുകൊണ്ട് പിന്നെ ആദ്യം ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ സവാളയും തക്കാളിയൊക്കെ ഒന്ന് പാകമായതിനു ശേഷം നമ്മുടെ പാലക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ പാലക്കൊക്കെ ചേർത്ത് ഇളക്കി ഒരു 5 സെക്കൻഡ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ട്. ഇപ്പോൾ പാലക്കൊക്കെ വെന്ത് നല്ലോണം കുഴഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ വേവിച്ച് വെച്ചേക്കുന്ന പരിപ്പ് ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ പാലക്കും പരിപ്പും കൂടെ ചേർത്തിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് കുറച്ച് നെയ്യും കൂടെ ഒഴിക്കണം കേട്ടോ. അപ്പോൾ അതൊരു പ്രത്യേക രുചിയും ഫ്ലേവറും നമ്മുടെ കറിക്ക് തരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ കറി. ഈ കറി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.